രാജ്യത്തെ നടുക്കി ജമ്മു കശ്മീരിൽ ചോരക്കളമായി ഭീകരാക്രമണം. ഇതിൽ ജീവൻ നഷ്ടമായത് ജീവിതം ആസ്വദിക്കാനെത്തിയവർക്കാണ്. കശ്മീരിലെ പഹൽഗാം പട്ടണത്തിനടുത്തുള്ള പ്രശസ്തമായ പുൽമേട്ടിൽ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് ഭീകരർ തോക്കുകൊണ്ട് താണ്ഡവമാടിയപ്പോൾ 26 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഭൂരിഭാഗവും വിനോദസഞ്ചാരികൾ. 2019 പുൽവാമയിലെ സംഭവത്തിന് ശേഷം ജമ്മു കശ്മീരിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമാണിത്. കൊല്ലപ്പെട്ട 26 പേരിൽ 2 വിദേശികളും 2 തദ്ദേശീയരും ഉൾപ്പെടുന്നുവെന്ന് ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് PTI റിപ്പോർട്ട് ചെയ്യുന്നു. മരണസംഖ്യ സംബന്ധിച്ച് അന്തിമ സ്ഥിരീകരണം വന്നിട്ടില്ല. US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യ സന്ദർശിക്കുന്ന വേളയിലും സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖല ശക്തി പ്രാപിക്കുന്ന ഘട്ടത്തിലും കൂടിയാണ് ഭീകരാക്രമണം അരങ്ങേറിയിരിക്കുന്നത്. ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയാണ് ആക്രമണം ഉണ്ടായത്. റിസോർട്ട് പട്ടണമെന്ന് അറിയപ്പെടുന്ന പഹൽഗാമിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ അകലെയുള്ള ബൈസാരനിലാണ് ആക്രമണമുണ്ടായത്. ഇടതൂർന്ന പൈൻ വനങ്ങളാലും പർവ്വതങ്ങളാലും ചുറ്റപ്പെട്ട വിശാലമായ ഒരു പുൽമേടാണ് ഇവിടെ. രാജ്യത്തിനകത്തും പുറത്തുമുള്ള സന്ദർശകരുടെ ഇഷ്ടകേന്ദ്രമാണിത്. മിനി സ്വിറ്റ്സർലൻഡ് എന്ന് വിളിപ്പേരുള്ള ഈ പുൽമേട്ടിലേക്ക് കടന്നുവന്ന ആയുധധാരികളായ ഭീകരർ ഭക്ഷണശാലകൾക്ക് ചുറ്റും കൂടി നിന്നവരെയും കുതിരസവാരി നടത്തുകയായിരുന്നവരുമടക്കമുള്ള വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർത്തെന്ന് ഉദ്യോഗസ്ഥരും ദൃക്സാക്ഷികളും പറഞ്ഞു. 20ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ-ഇ-തൊയ്ബ ഭീകര സംഘടനയുടെ നിഴൽ സംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. സൗദി അറേബ്യൻ സന്ദർശനത്തിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വിവരങ്ങൾ ധരിപ്പിക്കുകയും തുടർന്ന് സുരക്ഷാ ഏജൻസികളുമായി അടിയന്തര അവലോകന യോഗം ചേരുന്നതിനായി ശ്രീനഗറിലെത്തുകയും ചെയ്തു. ഉത്തരവാദികളെ വെറുതെ വിടുകയില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും പറഞ്ഞു. കൂടാതെ ഒരു സ്ത്രീയുടെയും മകന്റെയും കൺമുന്നിൽ വെച്ചാണ് ഭർത്താവിനെ കൊലപ്പെടുത്തിയതെന്ന് ആക്രമണത്തിന്റെ ഇരയായ കർണാടക സ്വദേശി മഞ്ജുനാഥ് റാവുവിന്റെ ഭാര്യ പല്ലവി പറഞ്ഞു. തന്നെ കൊല്ലില്ലെന്നും പോയി മോദിയോട് പറയൂവെന്ന് ഭീകരർ പറഞ്ഞതായും പല്ലവി പറയുകയുണ്ടായി. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദ്വിദിന സൗദി അറേബ്യ സന്ദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെട്ടിച്ചുരുക്കി. ചൊവ്വാഴ്ച രാത്രി അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങും. ബുധനാഴ്ച കശ്മീർ സന്ദർശിച്ചേക്കുമെന്നാണ് വിവരം. കൂടാതെ കൊല്ലപ്പെട്ടവരിൽ മധുവിധു ആഘോഷിക്കാൻ കശ്മീരിലെത്തിയ നാവികസേനാ ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു. കൊച്ചിയിൽ ജോലി ചെയ്യുന്ന ഹരിയാന സ്വദേശിയായ നാവികസേനാ ഉദ്യോഗസ്ഥൻ 26-കാരനായ ലഫ്റ്റനന്റ് വിനയ് നർവാളാണ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഏപ്രിൽ 16-നായിരുന്നു വിനയ് നർവാളും ഹിമാൻഷിയും തമ്മിലുള്ള വിവാഹം. വിവാഹത്തോടനുബന്ധിച്ച് അവധിയിലായിരുന്ന വിനയ് മധുവിധു ആഘോഷിക്കാനായാണ് ഹിമാൻഷിക്കൊപ്പം കശ്മീരിലെത്തിയത്. എന്നാൽ വിവാഹത്തിന്റെ 6ാം നാൾ ഹിമാൻഷിയെ കാത്തിരുന്നത് തീരാവേദനയാണ്. കൂടാതെ വിവാഹിതനായി ഏതാനും മാസങ്ങൾ മാത്രം പിന്നിട്ട ശുഭം ദ്വിവേദിക്കും ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായി. ഭാര്യയുടെ മാതാപിതാക്കൾ, ഭാര്യാ സഹോദരി എന്നിവർക്കൊപ്പമാണ് ശുഭം ദ്വിവേദി കശ്മീരിലെത്തിയത്. പഹൽഗാമിലെ ഭക്ഷണശാലയ്ക്കു സമീപമായിരുന്നു ഭീകരാക്രമണം. ശുഭത്തിന്റെ തലയിലാണ് വെടിയേറ്റതെന്നാണ് വിവരം ലഭിച്ചതെന്ന് സഹോദരൻ സൗരഭ് ദ്വിവേദി വ്യക്തമാക്കി. ശുഭത്തിനെ വെടിവച്ചിട്ടതോടെ എന്നെയും കൊല്ലുയെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ഭീകരരോട് പറഞ്ഞപ്പോൾ നിന്നെ വധിക്കില്ലെന്നും നിങ്ങളോട് എന്താണ് ഞങ്ങൾ ചെയ്തതെന്ന് നിങ്ങളുടെ സർക്കാരിനോട് പറയണമെന്ന് ആവശ്യപ്പെട്ടെന്നും സൗരഭ് ദ്വിവേദി പറയുകയുണ്ടായി. കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളിയും. കൊച്ചി ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രനാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മകളുടെ മുന്നിൽ വച്ചാണ് രാമചന്ദ്രൻ വെടിയേറ്റത്. കുടുംബത്തോടൊപ്പം തിങ്കളാഴ്ച രാവിലെയാണ് രാമചന്ദ്രൻ കശ്മീരിലെ പഹൽഗാമിലെത്തിയത്. രാമചന്ദ്രനൊപ്പം ഭാര്യ ഷീല രാമചന്ദ്രൻ, മകൾ അമ്മുവിന്റെ 2 ഇരട്ടക്കുട്ടികൾ എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഇടപ്പള്ളി മങ്ങാട്ട് നീരാഞ്ജനത്തിലെ നാരായണ മേനോന്റെ മകനാണ് രാമചന്ദ്രൻ. കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദ് വഴിയാണ് കശ്മീരിലെത്തിയത്. മകൾ അമ്മുവാണ് മരണവിവരം നാട്ടിലറിയിച്ചത്. രാമചന്ദ്രന്റെ കുടുംബം സുരക്ഷിതമാണെന്നാണ് വിവരം. രാമചന്ദ്രൻ ദീർഘകാലം അബുദാബിയിൽ ജോലി ചെയ്തിരുന്നു. അതോടൊപ്പം കേരള ഹൈക്കോടതിയിലെ 3 ജഡ്ജിമാരും കശ്മീരിലുണ്ടായിരുന്നു. ആക്രമണത്തിന് തൊട്ടുമുൻപാണ് ഇവർ കുടുംബസമേതം പഹൽഗാമിൽ നിന്നു പോയത്. അവധിക്കാലം ചിലവഴിക്കാനായി ഈ മാസം 17-നാണ് ജഡ്ജിമാരും കുടുംബാംഗങ്ങളും കശ്മീരിൽ എത്തിയത്. ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, PG അജിത് കുമാർ, G ഗിരീഷും അവരുടെ കുടുംബാംഗങ്ങളുമാണ് ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. സമീപകാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് ഇത്. ആക്രമണം നടക്കുന്നതിന് തൊട്ടുമുൻപ് വരെ സംഭവ സ്ഥലത്തു തന്നെ ഞങ്ങൾ ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാനായി അവിടെ നിന്ന് മാറിയപ്പോഴാണ് ആക്രമണം നടക്കുന്നത്.
തിരികെ എത്തുമ്പോഴേക്കും വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കാനായി സൈനിക ഉദ്യോഗസ്ഥരും പോലീസും നാലുപാടും ഓടുന്നതും ഹെലികോപ്റ്ററുകൾ വട്ടമിട്ടു പറക്കുന്നതും സഞ്ചാരികൾ ചിതറി ഓടുന്നതുമുൾപ്പെടെ ആകെ കലുഷിതമായ അന്തരീക്ഷമായിരുന്നു അവിടെ. അപ്പോഴാണ് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കുന്നതും വിവരങ്ങൾ അറിയുന്നതും. ആക്രമണം നടക്കുന്ന സമയത്ത് പഹൽഗാമിൽ ഉണ്ടായിരുന്ന മലയാളിയായ അബു താഹിർ പറയുകയായിരുന്നു. ഇദ്ദേഹം പി കെ കുഞ്ഞാലിക്കുട്ടി MLA-യുടെ സഹോദരിയുടെ മകനാണ്. ശ്രീനഗറിലും പരിസരത്തും ഇപ്പോൾ സ്ഥിതിഗതികൾ സുരക്ഷിതമാണ്. സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. വഴിയിൽ എല്ലായിടത്തും പരിശോധനയുമുണ്ട്. സാധാരണഗതിയിൽ പഹൽഗാമിൽ നിന്ന് ശ്രീനഗറിലേക്ക് എത്താൻ 3 മണിക്കൂറാണ് വേണ്ടത്. എന്നാൽ ഇപ്പോൾ എത്തുന്ന ദൂരം പിന്നിടാൻ വേണ്ടി വന്നത് 6 മണിക്കൂറോളമാണ്. അത്ര കനത്ത പരിശോധനകളും സുരക്ഷാ സംവിധാനങ്ങളുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഭീകരരുടെ ചിത്രം പുറത്തുവിട്ട് അന്വേഷണ സംഘം. 4 ഭീകരരുടെ രേഖാചിത്രമാണ് പുറത്തുവിട്ടത്. ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിയുന്നവർ പോലീസിനെ അറിയിക്കണമെന്നാണ് അന്വേഷണ സംഘം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. 2 പ്രദേശവാസികൾ അടക്കം 6 ഭീകരരാണ് വിനോദസഞ്ചാരികൾക്ക് നേരെ വെടി ഉതിർത്തത് എന്നാണ് വിവരം. കൂട്ടക്കൊലയ്ക്ക് ശേഷം രക്ഷപ്പെട്ട തീവ്രവാദികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. പഹൽഗാം, ബൈസരൻ, അനന്ത്നാഗ് എന്നീ മേഖലകളിൽ വിശദമായ പരിശോധന നടക്കുകയാണ്. പഹൽഗാം ആക്രമണത്തിന് പിന്നിലെ സൂത്രധാരൻ ലഷ്കർ-ഇ-ത്വയ്ബയുടെ കൊടും ഭീകരൻ സൈഫുള്ള കസൂരിയെന്ന് വിവരം. പാകിസ്ഥാനിൽ ഇരുന്നാണ് ആക്രമണം നിയന്ത്രിച്ചതെന്നും രഹസ്യാന്വേഷണ വിവരം. കാശ്മീരിൽ പോയി ഭീകര പരിശീലനം നേടിയവരാണ് ആക്രമണം നടത്തിയത് എന്നാണ് വിവരം. വിനോദസഞ്ചാരികളെ വെടിവെച്ചു കൊന്ന ഭീകര സംഘത്തിൽ 6 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 2 പ്രാദേശിക ഭീകരരാണ്. ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സംഘത്തിൽ അഫ്ഗാൻ ഭാഷയായ പഷ്തോ സംസാരിക്കുന്നവരുമുണ്ടായിരുന്നുവെന്നും അന്വേഷണ സംഘം പറയുന്നു. ഭീകരർക്കായി ബൈസരൻ വനമേഖലയിൽ 4 ഹെലികോപ്റ്ററുകളിൽ സൈന്യം തെരച്ചിൽ നടത്തിയെങ്കിലും സംശയകരമായി ഒന്നും കണ്ടെത്താനായില്ല. അതേസമയം ആക്രമണവുമായി ബന്ധമില്ലെന്ന് പാകിസ്ഥാൻ പ്രതികരിച്ചു. കൊല്ലപ്പെട്ട മലയാളി കൊച്ചി സ്വദേശി രാമചന്ദ്രന്റെ മൃതദേഹം എയർ ഇന്ത്യ വിമാനത്തിൽ 1 മണിയോടെ ദില്ലിയിൽ എത്തിക്കും. അവിടെ നിന്ന് 4:30-നുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ 7:30-ഓടുകൂടി നെടുമ്പാശ്ശേരിയിലെത്തിക്കും. അതേസമയം ആക്രമണത്തിൽ പരിക്കേറ്റ 17 പേരിൽ 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്.